ബാബുവിനെ തോൽപ്പിക്കണം എന്നൊരു വികാരം തൃപ്പൂണിത്തുറയിലും പല ആളുകൾക്കും ഉണ്ടായി. അയ്യപ്പനെ ഉപയോഗിച്ചു എന്നുള്ള കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കെ ബാബു പരാതി കൊടുത്തു, ഞങ്ങളുടെ പോസ്റ്റർ സ്വരാജ് കൊണ്ടൊട്ടിച്ചതാണെന്ന്. സ്ഥാനാർത്ഥി മുങ്ങി, പരാതിക്കാരൻ മുങ്ങിയെന്നാണ്. യഥാർത്ഥത്തിൽ എറണാകുളത്ത് അങ്ങനെ പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ CPM-ൽ ഇല്ല എന്നുള്ളതാണ്. രാജകീയ പൈതൃകവും സാംസ്കാരിക സമ്പന്നതയും ഒരുമിച്ചൊഴുകുന്ന നാട്ടിലൂടെയാണ് ഇന്ന് ABC മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര. വിശകലനങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് പ്രവചിക്കാനുള്ള അവസരമുണ്ട്. മറക്കരുത്, ഏത് മുന്നണിക്കാണ് വിജയസാധ്യത. സർ, ഇന്നത്തെ മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. എറണാകുളം ലോക്സഭയ്ക്ക് കീഴിൽ വരുന്ന തൃപ്പൂണിത്തുറയിലെ 2019-ലെയും 2024-ലെയും ലോക്സഭാ വിജയികളെന്ന് പറയുന്നത് ഹൈബീഡനാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ 2016-ലെയും 2021-ലെയും നിയമസഭയിലേക്കുള്ള കണക്കുകൾ കൂടി നമ്മുടെ ഈ ചർച്ചയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ലോക്സഭയിലേക്ക് പോയ പ്രസിദ്ധരുടെ പേരുവിവരങ്ങളെന്ന് പറയാം. 67-ൽ വി വിശ്വനാഥ മേനോൻ, പിന്നെ 5ാമതും 6ാമതും ലോക്സഭയിലേക്ക് ഹെൻറി ഓസ്റ്റിൻ, സേവ്യർ അറയ്ക്കൽ, പിന്നെ 84-ലും 89-ലും KV തോമസ്, 96-ൽ സേവ്യർ അറയ്ക്കൽ, വീണ്ടും സെബാസ്റ്റ്യൻ പോൾ ഇടത് സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച ഒരു കാര്യം, പിന്നെ 98-ലും 99-ലും ജോർജ് ഈഡൻ, സെബാസ്റ്റ്യൻ പോൾ വീണ്ടും KV തോമസ് 2009-ലും 2014-ലും വീണ്ടുമാണ് 19-ലും 24-ലും ഹൈബീഡനിലേക്ക് വരുന്നത്. അവിടെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, ഈ സമയത്ത് 19-ൽ ഒരു സീറ്റ് മാത്രമായിരുന്നു ലോക്സഭയിലേക്ക് അവിടെ ലഭിച്ചത്. 24-ലേക്ക് വരുമ്പോൾ അത് ഒന്ന് തൃശ്ശൂരും കൂടി പോയിട്ട് ബാക്കി 18 സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത്. ഇനി ഈ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-ൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ ആർക്കൊക്കെ കിട്ടിയ വോട്ട് ഷെയറാണ് നമ്മൾ ആദ്യം പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നത്. ഇപ്പോൾ UDF-ന് തൃപ്പൂണിത്തുറയിൽ 19-ൽ കിട്ടിയത് 47.3% വോട്ടുകളാണ് കിട്ടിയത്. 71,631 വോട്ട്. LDF-ന് അത് 52,404, അതായത് 34.6%. NDA-ക്ക് 16.7%, 25,304 വോട്ടുകളാണ് 2019-ൽ കിട്ടിയത്. അത് നേരെ 24-ലേക്ക് വരുമ്പോൾ 48% വോട്ടുകളിലേക്ക് UDF-ൻ്റെ ശതമാനം ഉയർന്നു. 69,661 വോട്ടുകളായി. LDF-ന് അത് 26.4% 37,696 വോട്ടുകളാണ് LDF-ന് ലഭിച്ചത്. വീണ്ടും NDA-ക്ക് അത് 19.6%. അവിടെ 16-ൽ നിന്ന് NDA-ക്ക് 19 മാറി എന്നുള്ളൊരു വ്യത്യാസം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇനി സാർ, ഈ പാർലമെൻറ്റ് മണ്ഡലം അവലോകനം ചെയ്യുമ്പോൾ തൃപ്പൂണിത്തേക്ക് കിട്ടിയ വോട്ടിംഗ് % നമ്മളിപ്പോൾ പറഞ്ഞത്, ഇത് വച്ചിട്ട് നമ്മൾ ഇക്കുറിയുള്ള സാധ്യതകൾ എങ്ങനെ വിലയിരുത്താം? തൃപ്പൂണിത്തുറ എൻ്റെ നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്. തൃപ്പൂണിത്തുറ ശരിക്ക് TK രാമകൃഷ്ണനുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ചേർന്ന് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. TK രാമകൃഷ്ണനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. TK രാമകൃഷ്ണൻ വീട്ടിൽ വരുന്നത് ഓർക്കുന്നുണ്ട്. TK രാമകൃഷ്ണൻ പോൾ പി മാണി യാക്കോബായ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. പോൾ പി മാണിയാണ് എതിരാളിയായിട്ട് ഉണ്ടാവുക. അങ്ങനെ എതിരാളിയായിട്ടിരിക്കുമ്പോൾ TK രാമകൃഷ്ണൻ 1965-ലാണ് തൃപ്പൂണിത്തുറ മണ്ഡലം വരുന്നത്. 1965-ലും 67-ലും ഒക്കെ TK ജയിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 1970-ൽ പോൾ പി മാണി ജയിക്കുന്നത് അപ്രതീക്ഷിതമായിരുന്നു. TK രാമകൃഷ്ണനെതിരെ 360 വോട്ട് മാത്രമാണ് പോൾ പി മാണിക്ക് ഭൂരിപക്ഷം. അങ്ങനെ ഒരു ഇടത് കോട്ടയായിട്ട്, CPM കോട്ടയായിട്ട് നിന്ന സ്ഥലത്ത് പെട്ടെന്ന് പോൾ പി മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നു. അപ്പോൾ പോൾ പി മാണി സിവിൽ സപ്ലൈസ് മന്ത്രിയും ആയി. അങ്ങനെ ഒരു ജയൻ കില്ലർ എന്നുള്ള നിലയ്ക്കാണ് അന്ന് പോൾ പി മാണി അറിയപ്പെടുന്നതും ഒക്കെ. പോൾ പി മാണി മാന്യനായിട്ടുള്ള ഒരാളൊക്കെ തന്നെയാണ്. TK രാമകൃഷ്ണൻ വീണ്ടും 2 തവണ 77-ലും 80-ലും അവിടെ നിന്ന് ജയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് KGR കർത്ത NDP NSS ഉണ്ടാക്കിയ KGR കർത്തയുടെ വിജയവും 761 വോട്ട് മാത്രമാണ്. നേരത്തെ പോൾ പി മാണിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ വോട്ടുകൾക്കാണ്. ഇത് കഴിഞ്ഞ് TK കോട്ടയത്തേക്ക് മാറി. കോട്ടയത്ത് വെച്ചും കാണുന്നുണ്ട്. അദ്ദേഹം അവിടെ മത്സരിക്കാൻ വരുമ്പോൾ
ടി കെയുടെ യാത്ര, മറ്റേ അവിടുത്തെ യാത്രയൊക്കെ ഞാൻ എഴുതുന്നൊക്കെ ഉണ്ട്. പിന്നെ അദ്ദേഹം കോട്ടയത്തുറക്കുകയാണ്. വിശ്വനാഥ മേനോൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിക്കുന്നു. കെ ബാബു പിന്നെ വന്നിട്ട്, കെ ബാബു അങ്കമാലി പ്രദേശത്തു നിന്ന് വന്ന് കെ ബാബുവോടൊരു വീട് വാടകയ്ക്കെടുത്ത്, കെ ബാബുവിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ള സ്ഥലമല്ല. ഇടയ്ക്ക് ലോറൻസ് അങ്ങനെ ലോറൻസ് പിന്നെ എവിടെ നിന്നാലും തോൽക്കും നാളൊക്കെ ആയിരുന്നു. പിന്നെ ഇടുക്കിയിലൊക്കെ പോയിട്ട് ഒക്കെയാണ്. അപ്പോൾ ബാബു അവിടെ വന്നിട്ട് ബാബു ആ മണ്ഡലമൊക്കെ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ബാബു പിന്നെ അവിടെ നിന്ന് മന്ത്രിയാകുന്നു. ബാബുവിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. അത് കഴിഞ്ഞ് ഈ ബാബു എക്സൈസ് മന്ത്രിയായിട്ട് ഈ എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ധാരാളം ആരോപണങ്ങൾ, അത് എക്സൈസ് വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും ഈ ആരോപണങ്ങൾ വരും. കേന്ദ്രത്തിൽ പ്രതിരോധ വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും ആരോപണങ്ങൾ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അത് രാജിവെച്ച് പോയിട്ടാണെങ്കിലും പിന്നെയും പിടിയിലാകാം, അങ്ങനെയാണ്. ഈ ബാബുവിൻ്റെ ആ പീരീഡ് കഴിഞ്ഞിട്ട് ബാബുവിനെ തോൽപ്പിക്കണം എന്നൊരു വികാരം തൃപ്പൂണിത്തുറയിലും പല ആളുകൾക്കും ഉണ്ടായി. CM ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിച്ചു. CM ദിനേശ് മണിയെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പി രാജീവിനോട് സംസാരിച്ചു. പി രാജീവോ മറ്റോ വന്ന് നിന്നെങ്കിൽ തോൽപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗോപി കോട്ടമുറിക്കലിനെ ഒരു ഒളിക്യാമറ വിവാദത്തിൽ മാറ്റിയിട്ട് രാജീവ് ജില്ലാ സെക്രട്ടറി ആയിട്ട് വരികയാണ്. കോടിയേരി ബാലകൃഷ്ണനാണ് സംസ്ഥാന സെക്രട്ടറി. കോടിയേരി ബാലകൃഷ്ണൻ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ദിനേശ് മണി ആയാൽ ശരിയാവില്ല. പിണറായി വിജയനെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ കോടിയേരി എന്നോട് പറഞ്ഞു, വേറെ ആളുകൾ നിർദ്ദേശിക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിർദ്ദേശിച്ച ആളല്ല വന്നത്. ഞാൻ പല ആളുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊരാൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടാണ്. ചുള്ളിക്കാടിനോട് എന്നോട് തന്നെ സംസാരിക്കാൻ പറഞ്ഞു. ചുള്ളിക്കാട് പറഞ്ഞ വാചകം എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാരണവശാലും എന്നെ തോൽപ്പിക്കാൻ ഞാൻ ജനത്തിനെ അനുവദിക്കില്ല എന്നാണ്. അങ്ങനെ പല ആളുകളെയൊക്കെ നിർദ്ദേശിച്ച് ഏറ്റവും ഒടുവിൽ വന്ന ആളാണ് സ്വരാജ്. അവിടെ സ്വരാജ് അങ്ങനെ വന്നു. സ്വരാജ് ജയിക്കുന്നത് 4467 വോട്ടിന്. അതിൻ്റേതായ കാരണങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് വീണ്ടും 992 വോട്ടിന് കെ ബാബു. അത് തെരഞ്ഞെടുപ്പ് കേസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അയ്യപ്പനെ ഉപയോഗിച്ചു എന്നുള്ള കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ട് തുറവൂർ വിശ്വംഭരൻ നിന്നപ്പോഴാണ് വ്യക്തിപരമായ വോട്ടുകളൊക്കെ കിട്ടി കൂടുതൽ വോട്ട് ബി ജെ പി ഒരു 25,000-ന്റെ മുകളിലൊക്കെ എത്തിയത് തുറവൂർ വിശ്വംഭരൻ വന്നപ്പോഴാണ്. അത്രയും വോട്ട് അവിടെ ബി ജെ പി പിന്നെ പിടിച്ചില്ല. 30,000-ഓളം വോട്ട്, 30,000-ഓളം, 29,000-ന്റെ അടുത്ത് വരും. അപ്പോൾ പിന്നെ KS രാധാകൃഷ്ണനൊക്കെ മത്സരിക്കുമ്പോഴും ഒക്കെ അതിനേക്കാളൊക്കെ കുറവാണ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 വോട്ട് ആണ് ബി ജെ പിക്ക് ഉള്ളത്. അവിടെ ബി ജെ പി ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. ബി ജെ പി അവിടെ ചെയർമാൻ നഗരസഭ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമുണ്ട്. പക്ഷെ ആ നഗരസഭ കെ ബാബു ഇത്തവണ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും ഡയഗ്നോസ് ചെയ്യാത്ത പ്രശ്നങ്ങൾ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാവാം. സ്വരാജ് തന്നെ മത്സരിച്ചു എന്ന് വരാം ഇടതുപക്ഷത്തു നിന്ന്. അതെനിക്ക് അറിഞ്ഞുകൂടാ. ബി ജെ പിയുടെ ചില പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. KVS ഹരിദാസിൻ്റെയും PR ശിവശങ്കറിൻ്റെ ഒക്കെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇടതുപക്ഷത്തിന് ഒരു സാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലം ആണ്. സ്വരാജ് ഒരിക്കൽ തിരിച്ചു പിടിച്ച മണ്ഡലവുമാണ്. ബി ജെ പി അവിടെ വന്നിട്ടുണ്ട്. ബി ജെ പിക്ക് കുറച്ച് കൂടുതൽ വോട്ട് നേടാവുന്ന സാഹചര്യം ഉണ്ട്. പക്ഷെ ബി ജെ പിക്ക് ഒരു BJP MLA തൃപ്പൂണിത്തുറയിൽ നിന്ന് വരാനുള്ള സാധ്യതയില്ല. 91 ആദ്യം കെ ബാബു ജയിക്കുന്നത്. ഞാൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വോട്ടറായിരുന്നു. ഇപ്പോഴാണ് തൃക്കാക്കര മണ്ഡലമായത്. ഇന്ന് തൃപ്പൂണിത്തുറയുടെ ഭാഗമാണ് ഞങ്ങളൊക്കെ. MM ലോറൻസിനോട് ജയിക്കുന്നത്. അത് ജയിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് കേരളത്തിലാകെ രാജീവ് അനുകൂല, കോൺഗ്രസ് അനുകൂല ഒരു തരംഗം വന്നൊരു ഘട്ടത്തിലാണ് ജയിക്കുന്നത്. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ബാബു ആൾ മാറി. ബാബുവിന് കല്യാണ ബാബു എന്നൊക്കെ പേരിലായി കെ ബാബു വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മണ്ഡലം നിറയാണ്.
എല്ലാത്തിലും ബാബുണ്ട്. എല്ലാത്തിലും ബാബുണ്ട്. 2016 വരെ ഈ പറഞ്ഞതുപോലെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ ആകെയുണ്ട്. 2016 രാമേന്ദ്രൻ പറഞ്ഞ പോലെ അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ എക്സൈസ് മന്ത്രിയായിരുന്നിട്ട് അയാൾക്കെതിരെയുള്ള ആരോപണം, പ്രശ്നങ്ങൾ. ഞാനന്ന് ആം ആദ്മിയുടെ സ്റ്റേറ്റ് കൺവീനറാണ്. കേരളത്തിൽ 12 മണ്ഡലങ്ങളിൽ അഴിമതിക്കാർക്കെതിരെ പ്രചരണം നടത്താൻ തീരുമാനിച്ച് അതിലൊരു മണ്ഡലം തൃപ്പൂണിത്തുറയായിരുന്നു. അഴിമതിക്കാർക്ക് ഞങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ തമാശ പറ്റിയെന്ന് വെച്ചാൽ ഈ ആം ആദ്മിയുടെ ചിഹ്നം സ്വരാജിന് വേണ്ടി എന്നാണ്. അപ്പോൾ സ്വരാജാണ് ഞങ്ങൾ. സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അതിൻ്റെ ഞങ്ങളുടെ ഇതിൽ പൊടിയിൽ സ്വരാജിന് വേണ്ടി എന്നാണ്. അപ്പോൾ സ്വരാജിന് വേണ്ടി എന്ന് പറഞ്ഞാൽ സ്വരാജ് അവിടെ എതിർ സ്ഥാനാർത്ഥിയാണ്. അത് നമ്മൾ ആരെ നോക്കിയിട്ടല്ല, നമ്മളെ ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ളതല്ല. അഴിമതിക്കാർ തോൽക്കണം. കെ എം മാണിക്കെതിരെ നടത്തി. അതുപോലെ അന്ന് അഴിമതി ഉണ്ടായിരുന്ന എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കെതിരെ നമ്മൾ നടത്തി. അതിൽ തോറ്റത് കെ ബാബു മാത്രമാണെന്നുള്ളത് വേറെ കാര്യം. അന്ന് ചില പോലീസ് സംഭവങ്ങളൊക്കെ ഉണ്ടായി. കെ ബാബു പരാതി കൊടുത്തു, ഞങ്ങളുടെ പോസ്റ്റർ സ്വരാജ് കൊണ്ട് ഒട്ടിച്ചതാണെന്ന്. ഞാൻ പോലീസ് ചെന്ന് പറഞ്ഞു, ഇതില്ല, ആം ആദ്മിയാണ്, ഞാനാണ് എൻ്റെ ആൾ. അതോടുകൂടി ബാബു മുങ്ങി. കാരണം അന്ന് അതൊക്കെ വലിയ വാർത്ത മനോരമയിൽ വന്നതാണ്. സ്ഥാനാർത്ഥി മുങ്ങി, പരാതിക്കാരൻ മുങ്ങി എന്നാണ്. കാരണം ബാബുവിനും അറിയാം നമ്മളാണ്. അത് കഴിഞ്ഞ് 2016 കഴിഞ്ഞ് 2021 ആകുമ്പോഴേക്കും സാഹചര്യം വളരെ വ്യത്യാസം വന്നു. 2011 മുതൽ ഇത് വേറെ മണ്ഡലമാണ്. കാരണം മണ്ഡലം പുനർനിർണയത്തിൽ എല്ലാം മാറി. ഉദയംപേരൂർ ഇതിലേക്ക് വന്നു, മുളന്തുരുത്തി വന്നു, അങ്ങനെ പല മണ്ഡലങ്ങളും വന്നു. അപ്പോൾ മണ്ഡലത്തിൻ്റെ ഘടനയിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ അവിടെയുണ്ട്. നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് എതിരായൊരു വികാരമുണ്ടെങ്കിൽ അത് തൃപ്പൂണിത്തുറയിൽ പ്രതിഫലിക്കും. കാരണം എന്താ വെച്ചാൽ വലിയ തോതിൽ മധ്യവർഗവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. കേരളത്തിലെ പല മണ്ഡലവും പോലെ തൃപ്പൂണിത്തുറയിൽ ഒരു ഗ്രാമീണ മണ്ഡലം എന്നൊന്നും തൃപ്പൂണിത്തുറ പറയാൻ പറ്റില്ല. നമ്മൾ ഉദയംപേരൂരായാലും മുളന്തുരുത്തി ആയാലും അല്ലെങ്കിൽ തിരുവാങ്കുളം ആയാലും ഇപ്പോൾ ഒരു ടൗണാണ്. അതൊക്കെ ഭയങ്കര തിരക്കുള്ള. ഈ നഗരവൽക്കരിക്കപ്പെട്ട സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം വോട്ടല്ല ഉള്ളത്, വോട്ടിങ്ങനെ ഷിഫ്റ്റിംഗ് വോട്ടാണ്. അത് കേരളത്തിൽ മൊത്തം അത് വന്നിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കാണാം. ഈ നഗരവൽക്കരിക്കപ്പെട്ട വോട്ട് മിക്കവാറും ആൻറ്റി ഇൻകംബൻസിയാണ്. കൂടുതൽ അവർക്കാണ് നഗരത്തിലെ വോട്ടുകളിൽ ആൻറ്റി ഇൻകംബൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ ആൻറ്റി ഇൻകംബൻസി വരും. ഇവിടെ ഇപ്പോൾ ബാബു മത്സരിക്കുന്നില്ല. വേറെ ആരെങ്കിലും സ്വരാജ് മത്സരിക്കുമെന്ന് എനിക്കറിയില്ല. സ്വരാജ് വരാൻ എൻ്റെ കണക്കനുസരിച്ച് സാധ്യത കുറവാണ്. സ്വരാജ് ഇനി ഒരു റിസ്കിന് നിൽക്കില്ല. കാരണം ഇനി ഒരു റിസ്കിന് മാത്രമല്ല, ടോട്ടൽ നെഗറ്റീവായി ഗവൺമെന്റിനെതിരായ ഒരു വികാരം ഉണ്ട് എന്നുള്ളതും ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ സ്വരാജിന് അങ്ങനെ ഒരു വികാരം അവിടെ വരികയാണെങ്കിൽ അവിടെ UDF ജയിക്കും, സാധ്യതയുണ്ട്. BJPക്ക് ഇപ്പോൾ ജയിക്കാനുള്ള ത്രഷോൾഡിൽ BJP എത്തിയിട്ടില്ല അവിടെ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറ ഈ മറ്റേ ഇതെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയും അമ്പലവും ആ പ്രദേശങ്ങളിലാണ് BJPക്ക് ഹോൾഡുള്ളത്, അറിയാലോ. നേരെ മറിച്ച് പോയി കഴിഞ്ഞാൽ മുളന്തുരുത്തിയിലും ഇല്ല, ഉദയംപേരൂരും ഇല്ല. BJPക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ആയ ഒരു സംഗതി അവിടെ ഇല്ല. അവിടെ ഇപ്പോഴും UDF അവരുടേതായ വേരുകൾ. ഈ UDF സ്ഥാനാർത്ഥി ആരാവും എന്നുള്ളത് ഇപ്പോൾ തർക്കം നടക്കുന്നത് ഈഴവൻ വേണം എന്നൊക്കെയാണ്. ഈഴവൻ വേണം, ഈഴവൻ വേണ്ട എന്നൊക്കെയുള്ള തർക്കമാണ്. കാരണം അതൊരു സ്ഥാനാർത്ഥിയെ ഇല്ലാതാക്കാനാണ്. രാജു പി നായർ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ അവിടെ മുളന്തുരുത്തി എൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. ആവുമെന്ന് കേൾക്കുന്നുണ്ട്, ഇല്ലയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസ്സിൽ അറിയാലോ, ഈ ചതുരംഗം വയ്ക്കുന്നത് ചെക്ക് കൊടുക്കാനാണ്. ഈഴവൻ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞ് രാജു പി നായർ ആവരുതെന്ന്. വേറെ ആരെ ഈഴവ സ്ഥാനാർത്ഥി എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനങ്ങനെ കാണുന്നില്ല. ഞാൻ അങ്ങനെ ജാതീയമായിട്ടല്ല തൃപ്പൂണിത്തുറ വോട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുന്ന ഒരാൾ. തൃപ്പൂണിത്തുറയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് ഉണ്ട്. ആ ട്രെൻഡിലാണ് തൃപ്പൂണിത്തുറ. ഇപ്പോൾ കഴിഞ്ഞ തവണ സ്വരാജ് തോറ്റതും ആ ട്രെൻഡിൽ തന്നെയാണ്. കാരണം സ്വരാജിനെതിരായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. സ്വരാജ് അഹങ്കാരിയാണ്, VS-നെതിരായി പറഞ്ഞ ഒരാളാണ്. VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ആ നെഗറ്റീവ് ട്രെൻഡ് വന്നാൽ ഏത് സ്ഥാനാർത്ഥിയാലും തോൽക്കും. പോസിറ്റീവ് ട്രെൻഡ് വന്നാൽ ഇപ്പോൾ CPM-ന് എറണാകുളത്തുള്ള ഒരേ ഒരു പ്രശ്നം, യഥാർത്ഥത്തിൽ എറണാകുളത്ത് അങ്ങനെ പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ CPM-ൽ ഇല്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഒരു പുതിയ സ്ഥാനാർത്ഥി നിർത്തി ട്രെൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയില്ല. ഒരുപക്ഷെ ഇനി വേറെ ആരെങ്കിലുമൊക്കെ വരുമെന്നറിയില്ല, DYFI നേതാക്കന്മാരൊക്കെ. അപ്പോൾ ആ അർത്ഥത്തിൽ തൃപ്പൂണിത്തുറ ഇപ്പോഴും ഒരു ബാലൻസ് നിൽക്കുന്ന മണ്ഡലമാണ്. ആരുടെങ്കിലും ഒരാളുടെ പ്രത്യേക മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് UDF-ന് അനുകൂലമാവാനാണ് സാധ്യത. BJPക്ക് പോലും ആ വോട്ട് കിട്ടില്ല. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഭരണവിരുദ്ധ വികാരം വന്നാൽ ജയിക്കാവുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് അതൊരു രീതിയാണ് നമ്മുടെ നഗരങ്ങളിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് തൃപ്പൂണിത്തുറ നമുക്ക് ഉറപ്പായി ആരെങ്കിലും ജയിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. രാമേന്ദ്രൻ സാറും ധീരൻ സാറും വളരെ ആഴത്തിൽ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി 2016-ലെയും 2021-ലെയും കണക്കുകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. സർ,
2016 1,98,245 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 78% പോൾ ചെയ്തത്. അതിൽ പിന്നെ അതായത് 1,54,000 സംതിങ്ങാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ എം സ്വരാജിന് 4,467 വോട്ടിൻ്റെ മാർജിൻ ഉണ്ടായിരുന്നു. 40% വോട്ട് അദ്ദേഹം നേടുകയും ചെയ്തു. 62,697. കെ ബാബു, പിന്നെ സാർ പറഞ്ഞ പോലെ തുറവൂർ വിശ്വംഭരൻ, ഇവരായിരുന്നു 2-3 സ്ഥാനങ്ങളിലേക്ക്. അത് 21 വരുമ്പോൾ 2,11,000 ആയിട്ട് പിന്നെ വർദ്ധിക്കുകയാണ് ചെയ്യുന്ന വോട്ടുകൾ. അതിൽ 73% പോളിംഗ് പിന്നെ പോൾ ഡോട്ട്സ് കുറയുകയും ചെയ്തു. അവിടെ 992 ആണ് ഭൂരിപക്ഷം കെ ബാബുവിന് ലഭിച്ചിരിക്കുന്നത്. സ്വരാജ് വീണ്ടും പിന്നോട്ട് പോകുന്നു. അവിടെ KS രാധാകൃഷ്ണൻ വീണ്ടും തുറവൂർ വിശ്വംഭരൻ പിടിച്ചതിലും കുറവ് വോട്ടുകളാണ്, 23,000 ചില്ലുവാൻ വോട്ടുകളെ പിടിച്ചുള്ളൂ. അത് രാമചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഏതാണ്ട് 30,000-ഓളം വോട്ടുകൾ BJP ഇവിടെ ഉണ്ടെങ്കിലും അതിൽ തുറവൂർ വിശ്വംഭരൻ പിടിച്ച വോട്ടുകൾ രാധാകൃഷ്ണൻ സാറിന് 30,000 വോട്ട് അവിടെ BJPക്ക് ഇല്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ ഒരു 5,000 വോട്ട് കൂട്ടാം തുറവൂരിന്റെ. രാധാകൃഷ്ണൻ കിട്ടിയ വോട്ടാണ് BJPയുടെ വോട്ട്. ഓക്കെ. അപ്പോൾ അത് ഏതാണ്ട് 23,000 ചില്ലുവാൻ വോട്ട് അവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് വരുമ്പോഴും തൃപ്പൂണിത്തുറയിൽ UDFന് ഈ മണ്ഡലത്തിൽ UDFന് തന്നെയാണ് മുൻതൂക്കം. 54,662 UDF, 54,419 LDF. BJP NDA ഏറെ പിന്നിലാണ്, 27,000 സംതിങ് വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇക്കുറി ഈ കണക്കുകൾ വെച്ചുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർ മറക്കരുത്, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ABC മലയാളം ഒരിക്കലും പ്രവചനത്തിനില്ല. പ്രവചനം നിങ്ങൾക്ക് നടത്താവുന്നതാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആദ്യം നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് LDF ആണോ UDF ആണോ വിജയിക്കുക എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.